അത് കോൺഗ്രസിനെതിരെ നിങ്ങൾ ഏതൊക്കെ കൊലപാതകങ്ങൾ ആരോപിച്ചിട്ടുണ്ടോ ആ കൊലപാതകങ്ങൾ തെളിയട്ടെ. ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാർ ഇതിനകത്ത് ഗൂഢാലോചനയിൽ പ്രതികളാണോ? ഇവർ ആരോപിക്കുന്ന പോലെ ഇവരുടെ പോലീസ് അന്വേഷിച്ച് തെളിയിക്കട്ടെ. ഞങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഇതിനകത്തൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ പൂർണ്ണമായി തള്ളി പറയും. അതിനകത്ത് ഒരു സംശയം വേണ്ട. നിങ്ങളത് തെളിയിക്കുക. നിങ്ങൾ CBIനെ കൊണ്ടുവരികയോ ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുവരികയോ സുപ്രീം കോടതിയിൽ പോവുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമല്ലോ. നിങ്ങളത് തെളിയിച്ചോളൂ. ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസി CBI നിങ്ങൾക്ക് മാത്രം ഇപ്പോൾ നിങ്ങൾ പറയുന്ന ന്യായഗതി വെച്ച് നിങ്ങൾക്ക് മാത്രമല്ലോ കോൺഗ്രസിനും എതിരാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ CBIയെ കൊണ്ടുവന്ന് ഈ കേസുകളൊക്കെ അന്വേഷിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിയമപരമായി കേസിലായിട്ട് പോകാമല്ലോ. ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്. ശ്രീ റാഷിദ്, നിങ്ങളൊരു കാര്യം ആലോചിക്കും. ഇവിടെ ജയേന്ദ്രൻ മാഷ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ന്യായീകരണത്തിന് അല്പം സ്റ്റാൻഡേർഡ് വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്? സിംഗിൾ ബെഞ്ച് വിധിയെ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. എന്താ സ്റ്റേ ചെയ്തത്? അതിന്റെ ചാർജ് ഷീറ്റ് സ്റ്റേ ചെയ്തു. പക്ഷെ CBI അന്വേഷണം തുടരാമെന്ന് പറഞ്ഞു. അതിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം ന്യായീകരണം പറയാണ്. എത്ര വിരോധാഭാസം! അതായത് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ചിൽ പോയി, അത് അനുവദിച്ചു. ഡിവിഷൻ ബെഞ്ചിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി CBI അന്വേഷണം ഉത്തരവിട്ടു. CBI അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഇവിടെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കുറ്റം വിധിച്ചു കഴിഞ്ഞ ദിവസം പറയാണ് അന്ന് ഡിവിഷൻ ബെഞ്ചിൽ പോയ വിധിയെക്കുറിച്ച് സംസാരിക്കുന്ന ജയേന്ദ്രൻ മാഷിന്റെ ഒക്കെ ഒരു യുക്തിയെ അല്ലെങ്കിൽ ആ മനോഭാവത്തെ ഞാൻ എന്താണ് പറയേണ്ടത്? ഇനി അത് മാത്രമല്ല, കൊടിസുനിയുടെ കേസ് ഞാൻ വെറുതെ അല്ല ഇവിടെ പറഞ്ഞേ. ഇന്ന് പീതാംബരൻ എന്ന് പറയുന്ന ആ കൊടും ക്രിമിനലിനെ ആദ്യം കൈ കൊടുത്ത് ഗ്രീറ്റ് ചെയ്തത് ആരാണ്? റാഷിദ്. ഗ്രീറ്റ് ചെയ്തത് ഇതേ കൊടിസുനിയാണ്. ഈ കൊടിസുനി എന്തിനാ കോടതിയിൽ വന്നതെന്നറിയാവോ? TP ചന്ദ്രശേഖരൻ വധക്കേസിന്റെ കാര്യത്തിനല്ല, ഫസൽ വധക്കേസിൽ പ്രതിയായി കൊടിസുനി എന്ന് പറയുന്ന ആ പക്കാ ക്രിമിനൽ അയാൾ ആ കോടതി വരാന്തയിൽ വെച്ച് പീതാംബരന് കൈ കൊടുക്കുന്നു, പീതാംബരനുമായിട്ട് സല്ലപിക്കുന്നു. ആ പീതാംബരനുമായിട്ട് സംസാരിച്ചു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ? ആ കൊടിസുനിക്ക് വേണ്ടി ഈ കേരളത്തിലെ ഏറ്റവും പക്കാ ക്രിമിനൽ TP ചന്ദ്രശേഖരൻ എന്ന മനുഷ്യന്റെ മുഖത്ത് 51 വെട്ടി വൈകൃതമാക്കി കളഞ്ഞ ഒരു പക്കാ ക്രിമിനലിന് വേണ്ടി ഈ ജയേന്ദ്രൻ മാഷിനെ പോലുള്ള ആളുകൾക്കൊന്ന് ന്യായീകരിക്കാൻ നാണോ ഉളുപ്പോ അശേഷെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ സാധിക്കുമോ? അദ്ദേഹം ഒരു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഒരു പരോള്, മനുഷ്യത്വത്തിന്റെ പരോള്. എന്ത് പരോളാ മാഷേ? ഇയാള് ഈ പരോളിൽ ഇറങ്ങിയിട്ട് ചെയ്തത് എന്താ? സ്വർണ്ണക്കടത്ത് ക്രിമിനൽ കേസിൽ പ്രതിയായി. 2 ക്രിമിനൽ കേസിൽ ഇതേ കൊടിസുനി പ്രതിയായിട്ടുണ്ട്. എന്നിട്ട് പറയാ തവനൂരിൽ വന്നിട്ട് 1 കൊല്ലം ആയുള്ളൂ. ആ തവനൂരിൽ വന്നപ്പോ അയാൾ മാന്യമായിട്ട് ജീവിച്ചു, അതുകൊണ്ടാണ് അയാൾക്ക് പരോൾ കൊടുത്തത്. എന്തെങ്കിലും നാണോ ഉളുപ്പ് ന്യായീകരണത്തിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ ജയേന്ദ്രൻ മാഷിന് അത് പറയാൻ കൊള്ളാമോ? ഏത് TP ചന്ദ്രശേഖരൻ വധക്കേസിലും ഫസൽ വധക്കേസിലും കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രിമിനൽ കേസുകളെ പ്രതിയായ ഒരു പക്ക കില്ലർ സ്ക്വാഡിന്റെ ക്രിമിനൽ ആ കൊടിസുനിയെ കുറിച്ച് ഇവിടെ ന്യായീകരിക്കാൻ വരുന്ന CPMകാരെ കുറിച്ച് എന്ത് പറയാൻ? അപ്പോ TP പീതാംബരനെ ന്യായീകരിച്ചില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. ഇതങ്ങ് പിണറായി വിജയൻ തൊട്ട് താഴേട്ട്, അത് ജില്ലാ സെക്രട്ടറി ആയാലും അത് ഈ ബാലേന്ദ്രൻ മാഷ് വരെയുള്ള CPMന്റെ ആടുകല്ലികളായാലും ഇവർക്ക് ഒന്നേ ന്യായീകരിക്കും. കൊലയാളി പാർട്ടിയെ ഏത് വിധേനയും ന്യായീകരിച്ച് കൊലയാളി പാർട്ടിയുടെ കറ മുഴുവൻ നിങ്ങളുടെ കൈകളിൽ പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കണം. ഇല്ലെങ്കിൽ പറയണ്ടേ, ഈ കേസിൽ ഈ കുറ്റവാളികൾ ഇന്ന് വിധിക്കപ്പെട്ട ദിവസം പോലും ഞങ്ങൾ ഈ കുറ്റവാളികളായവരെ പാർട്ടി തള്ളിപ്പറഞ്ഞ പിന്നെ പാർട്ടി ഉണ്ടാകില്ല എന്ന്. അപ്പൊ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്നില്ലേ റാഷിദെ? 2 ചെറുപ്പക്കാരെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ പ്ലാൻ ചെയ്ത് പദ്ധതി ഇട്ട്, അതല്ല ഇവിടുത്തെ വിഷയം. ഈ CPM എത്ര നുണക്കഥകളാ പറഞ്ഞേ? ഇത് രാഷ്ട്രീയ വിരോധം മൂലമല്ല, വ്യക്തിവിരോധം മൂലമാണെന്ന് ആദ്യം പറഞ്ഞു, അതിവിടെ തള്ളിക്കളഞ്ഞു. ഇവർ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു, അതിവിടെ തള്ളിക്കളഞ്ഞു. പാർട്ടി സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞു, ഇന്ന് അതും തള്ളിക്കളഞ്ഞു. ഇങ്ങനെ നഗ്നരായി പൊളിറ്റിക്കൽ നെയ്ഡായി ഇന്ന് കേരള സമൂഹത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന നിമിഷത്തിലും ന്യായീകരിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു മനസ്സും ആ ഉളുപ്പും ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പോലും നാണക്കേടാണ് എന്ന് മാത്രമേ ഈ CPMന്റെ ഇതിനകത്ത് CPMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ പ്രതികളാക്കപ്പെട്ടവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ പിന്നെ പാർട്ടി കാണില്ല എന്ന് പറയും. അത് വളരെ സത്യമാണ്. കാരണം CPM എന്ന് പറഞ്ഞാൽ ഒരു കൊലയാളി പാർട്ടിയാണ്. ആ കൊലയാളി പാർട്ടികളെയൊക്കെ ആളുകൾ, ഈ പ്രതികൾ എന്ന് പറയുന്നത് ഈ പാർട്ടി ഭാരവാഹികളാണ് പറയാതെ പറഞ്ഞതാണ് ഈ CPMന്റെ ജില്ലാ സെക്രട്ടറി. അതിന്റെ തന്നെ തുടരാം, കേൾക്കാം. അതിന്റെ തന്നെ ഒരു തുടർച്ചയായിട്ട് വേണം നമ്മൾ കാണാൻ. ശരി, അതിന്റെ തന്നെ ഒരു തുടർച്ചയായിട്ട് വേണം നമ്മൾ കാണാൻ. എറണാകുളം CPMന്റെ ജില്ലാ സെക്രട്ടറി ഈ പ്രതികളെ കണ്ടിട്ട് പറഞ്ഞത്, പ്രതികളല്ല കുറ്റക്കാരെ കണ്ടിട്ട് പറഞ്ഞത്, ഇവരൊക്കെ പാർട്ടിക്കാരല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ
പാർട്ടി അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് നടപ്പിലാക്കിയ കൊലപാതകമാണ് ഇതെന്നുള്ള കാര്യത്തിൽ മറ്റൊരു സംശയം വേണ്ട. ഇതിനകത്ത് പാർട്ടിക്ക് ബന്ധമില്ല, പീതാംബരനെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് ഇനി തൊടു ന്യായങ്ങൾ ദയവായി CPM ഇപ്പോഴും മുന്നിട്ട് പറയരുത്. ഇത് TP ചന്ദ്രശേഖരന്റെ വധക്കേസിലും ഇങ്ങനെ തന്നെയാണ്. പാർട്ടി പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് കൊലപ്പെടുത്തുന്നതാണ്. ഇത് അരിയിൽ ഷുക്കൂറിന്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. പാർട്ടി പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് കൊലപ്പെടുത്തുന്നതാണ്. ഷുഹൈബിന്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കൊടി സുനിക്ക് പരോള് കൊടുക്കാൻ നിർബന്ധിതമായത് CPM? കാരണം പരോള് കൊടുത്തില്ലെങ്കിൽ ആ വായിൽ നിന്ന് ചില പേരുകൾ വരും. ആ പേരുകൾ വന്നാൽ ഇതിലും ഉന്നത നേതാക്കന്മാർ കുടുങ്ങും. അതുകൊണ്ട് കൊടി സുനി എന്ത് തോന്നിവാസം ചെയ്താലും പാർട്ടിക്ക് സംരക്ഷിക്കേണ്ടി വരും. മുഹമ്മദ് ഷാഫിയുടെ കല്യാണം നടത്താൻ പാർട്ടിക്കാർക്ക് പോകേണ്ടി വരും. ഇവർക്കൊക്കെ അവിഹിതമായി കല്യാണം നടത്തി കൊടുക്കാൻ അതിനും പാർട്ടി പോകേണ്ടി വരും. ഇവർ പരോളിൽ ഇറങ്ങി മയക്കുമരുന്ന് കേസും ലഹരി കേസ് ഉണ്ടാക്കിയാലും സംരക്ഷിക്കപ്പെടേണ്ടി വരും. എന്നിട്ട് അവസാനം മാനുഷിക പരിഗണന എന്നുള്ള പേരിൽ ഈ പാർട്ടിക്ക് ഇതൊക്കെ പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം നികൃഷ്ട പാർട്ടിയാണ് എന്നുള്ളത് ഈ സംസ്ഥാനത്തിന് മുമ്പിൽ വെളിവായി വരികയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയട്ടെ, ഇപ്പോൾ ഈ വിഷയമുണ്ടായി ഇത്രയും പറഞ്ഞു CPM രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇങ്ങനെ പറയുന്നത് എന്താ കാരണം? എന്താ ഇപ്പോൾ എന്തിനാണ് CBI വന്നത്? ഇവരെന്തിനാണ് തെറ്റിദ്ധാരണ വരുത്താൻ ശ്രമിക്കുന്നത്? CBI വന്നത് CBI വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാദിഭാഗം കൊടുത്ത പ്രയറിന്റെ മുഖ്യമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുറിവും അതുപോലെ തന്നെ ആയുധങ്ങളും തമ്മിൽ ടാലി ആകുന്നില്ല എന്നുള്ള ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതൊരു ക്രിമിനൽ കേസിനും അല്ലെങ്കിൽ ഏതൊരു കൊലപാതക കേസിനും പ്രതികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ശിക്ഷയിൽ നിന്ന് ഇളവ് നേടാൻ അല്ലെങ്കിൽ അവർ നിരപരാധികളാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന അവസരമാണ് ഈ ആയുധങ്ങളും മുറിവും തമ്മിൽ ടാലിയാകാതിരിക്കുക. കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടെത്തിയെന്നൊക്കെ ഇവർ പറയുന്ന ഈ കേസിൽ മുറിവും ആയുധങ്ങളുമായി ടാലി ആയില്ല. അങ്ങനെയാണ് സിംഗിൾ ബെഞ്ച് CBI അന്വേഷണത്തിന് വിട്ടത്. പിന്നീട് ഇവർ എത്ര ലക്ഷം മുടക്കിയാണ് CBI അന്വേഷണം വേണ്ട എന്ന് പറയാൻ പോയത്? നമുക്കറിയാം. ഇപ്പോൾ കുറ്റബോധം കൊണ്ടും മുൻകൂർ ജാമ്യം കൊണ്ടും CPM-ന്റെ അനുകൂലിക്കുന്ന പ്രതിനിധി ഇവിടെ പറഞ്ഞു 1.5 കോടി രൂപ. അതെ സാർ, 1.5 കോടി രൂപ സാധാരണക്കാരന്റെ, ഏത് സാധാരണക്കാരന്റെ? ഇതേ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും പട്ടിണിപ്പാവങ്ങളായ അച്ഛന്റെയും അമ്മയുടെയും നികുതി പണത്തിൽ നിന്നെടുത്ത് അവരുടെ മക്കളുടെ കൊലപാതക കേസ് അന്വേഷിക്കാൻ CBI വരണ്ട എന്ന് തീരുമാനിക്കാൻ ഈ സർക്കാർ പോയി എന്നുള്ളിടത്ത് തന്നെ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് എത്രയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. റാഷിദ്, ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഈ കൊലപാതക കേസിൽ ഇപ്പൊ പീതാംബരനാണെങ്കിലും മറ്റ് 10 പ്രതികളാണെങ്കിലും ഈ CPM-ന് ഒരു ബന്ധവും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പാർട്ടിയുടെ MLA, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി, പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഇങ്ങനെയുള്ള ആളുകൾ ചെന്ന് ഇവരെ രക്ഷപ്പെടുത്തിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതും മാത്രമല്ല, എന്തിനാണ് ഈ MLA അടക്കമുള്ള ആളുകൾക്ക് എതിരെ കേസ് വരാനുള്ള കാരണം എന്താ? ഇതിന്റെ മറ്റ് നടപടികൾ ഞങ്ങൾ ഈ വിധിന്യായത്തിലൂടെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ പൂർണ്ണ തൃപ്തരല്ല. ഇതിന്റെ ഗൂഢാലോചന കുറച്ചുകൂടി പുറത്തു വരാനുണ്ട്. ആ ഗൂഢാലോചന കേസ് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ അപ്പീലിലേക്ക് പോകും, ഒരു സംശയം വേണ്ട. 120B ക്രിമിനൽ കോൺസ്പിറസിയാണ്, പക്ഷെ ഇതിനകത്ത് 225 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് പാർട്ടി അറിഞ്ഞല്ല ഈ കൊലപാതകം എന്നുണ്ടെങ്കിൽ പാർട്ടി എന്തിനാ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? ഇന്ന് എന്തിനാ എറണാകുളം ജില്ലാ സെക്രട്ടറി എന്തിനു വേണ്ടിയിട്ടാണ്? പാർട്ടിക്ക് ഇതിനകത്ത് പങ്കില്ല എന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി ഈ പ്രതികളെ കാണാൻ, പ്രതികളെയല്ല കുറ്റക്കാരെ, കൺവിക്റ്റഡ് ആയ കൊലപാതകികളെ കാണാൻ എറണാകുളം ജില്ലാ സെക്രട്ടറി കോടതിയിൽ വരേണ്ടത് എന്തിനാണ്? കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഈ കൊലപാതകികൾ ഞങ്ങൾ പാർട്ടിക്കാരാണ്, ഈ കൊലപാതകികളെ തള്ളിപ്പറഞ്ഞാൽ പാർട്ടി ഉണ്ടാകില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്ന് പറഞ്ഞാൽ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ ഇതിനകത്ത് ഈ ഗൂഢാലോചന കേസ് കൂടുതലായി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ ആദ്യം ക്രൈംബ്രാഞ്ച് അല്ലേ, ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, അത് കഴിഞ്ഞ് മറ്റൊരു ഏജൻസി അന്വേഷിച്ചു, പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, പിന്നീട് CBI അന്വേഷിച്ചു. അതൊക്കെ കോടതിയുടെ ഇടപെടലും പാർട്ടിയുടെയും ആ കുടുംബത്തിന്റെയും പോരാട്ടത്തിന്റെ ഫലമാണ്. ഈ പോരാട്ടം നിലച്ചിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ഈ ഇരട്ട കൊലപാതകം എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഒരാൾക്കെങ്കിൽ ഒരാൾക്ക്, ഒന്നാം പ്രതിക്കെങ്കിൽ ഒന്നാം പ്രതിക്ക് കൊലക്കയർ മേടിച്ചു കൊടുക്കുന്നത് വരെ, ഈ ഗൂഢാലോചന കൃത്യമായി പുറത്തു വരുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇത് ഭാഗികമായ വിജയം മാത്രമാണ്, ഭാഗികമായ ആശ്വാസം, വിജയത്തിനപ്പുറം ആശ്വാസം മാത്രമാണ് എന്ന് ഞങ്ങൾ പറയാൻ കാരണം രണ്ട് കൊച്ചു ചെറുപ്പക്കാർ, 21 വയസ്സ് 22 വയസ്സുള്ള ചെറുപ്പക്കാരെ കൊന്നുതള്ളി ഇവർ എന്ത് രാഷ്ട്രീയ വിജയമാണ് റാഷിദ് അവിടെ നേടിയത്? എന്ത് രാഷ്ട്രീയ വിജയമാണ്? ഈ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർത്തതോ? അല്ലെങ്കിൽ കേരളത്തിൽ നിങ്ങൾ ഞങ്ങളെ എതിർത്താൽ ഞങ്ങൾ കൊന്നു തീർക്കുമെന്നുള്ള മെസ്സേജ് കൊടുത്തതോ? ഈ മെസ്സേജ് കൊടുക്കലൊക്കെ ഒരുപാട് ഇവർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ പല സംസ്ഥാനങ്ങളിലും കൊടുത്തതല്ലേ? ആ സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ന് എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ ഈ CPM-കാർ ചിന്തിച്ചാൽ മതി. ഇത് എല്ലാ കേസുകളിലും CPM എന്നൊക്കെ ആരെയൊക്കെ തള്ളിപ്പോ. ഇപ്പൊ ഇന്ന് മറ്റൊരു കേസിൽ FIR ഇട്ട് ഒരു MLA-യുടെ മകനെതിരെ ഒരു ലഹരി കേസ് വന്നു.
ആ ലഹരി കേസ് വന്ന ഉടനെ MLA വന്ന് കുറെ ന്യായീകരണങ്ങൾ നിരത്തി. MLAയുടെ പാർട്ടിയായ CPM ഭരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഈ MLAയുടെ മകനും ഈ ലഹരി കേസിൽ ഉൾപ്പെട്ടതാണ്. പക്ഷെ ഇന്നൊരു മന്ത്രി പറഞ്ഞത് എന്താ? പുക വലിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഞാനും പുക അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഒറ്റ പോയിന്റാണ്. കഞ്ചാവുകാരെ തള്ളിപ്പറയലും ഈ കൊലപാതകികളെ തള്ളിപ്പറയലും ഈ പാർട്ടി ചെയ്താൽ പിന്നെ ഈ പാർട്ടി ഉണ്ടാകില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നതാണ് ഈ രണ്ട്